ഫസ്റ്റ് വെൽക്കം പറയാം. പിന്നെ കഴിഞ്ഞിട്ട് പറയേണ്ട സബ്ജക്റ്റ് എന്താ? അടുത്ത എപ്പിസോഡിലാണ് നമ്മൾ വിജയിനെ പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ കമന്റ് ചെയ്യാൻ മറക്കണ്ട. എല്ലാവരും കമന്റ് ചെയ്തോളൂ. കഥ പറഞ്ഞാൽ മതി. എല്ലാവർക്കും അവസരം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വെയിറ്റ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞേക്കാം. തീർച്ചയായിട്ടും അതാണല്ലോ. ഉണ്ടൂല മഴ വരുന്നുണ്ടോ? സത്യം കയ്യിൽ തുള്ളിറ്റി. ഇതാ ഇത് മഴ. ആ സത്യോ ഇതാ പ്ലാൻ മൊത്തം പൊളിഞ്ഞത്. പറഞ്ഞ എപ്പിസോഡ് ഹലോ വീണ്ടും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തടിയനും തടിച്ച് രണ്ടാളും വന്നിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ എപ്പിസോഡിലൊന്നും ഞങ്ങൾ രണ്ടാളും കൂടെ ഇല്ലായിരുന്നു അല്ലേ? നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നതാണ് സമ്മാനം ആർക്കാന്നുള്ളത്. തരൂലെന്നൊന്നും വിചാരിക്കേണ്ട, എന്തായാലും തരും. നമ്മള് വിജയിനെ എന്താക്കൂ പ്രഖ്യാപിക്കുന്നതാണ്. ഇന്നെന്താ വെറൈറ്റി ആയിട്ട് ചെയ്യാൻ പോണേ? അപ്പൊ ഇന്ന് നമ്മളൊരു ചിക്കന്റെ ഒരു ഡിഷാണ് ചെയ്യുന്നത്. ചിക്കൻ വെച്ചിട്ട് നല്ല അടിപൊളി ഒരു സാധനം ഒന്ന് ചെയ്ത് നോക്കാൻ. ഇതിന്റെ ഒരു ഇത് എന്താന്ന് വെച്ചാല് ചുരുങ്ങിയ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുള്ള ഒരു സാധനമാണ്. സിമ്പിൾ ആയിട്ടുള്ള കാണുന്നുള്ളൂ ഇവിടെ. ഇതാ നോക്കിയാ 1 2 3 4 5 6 7 ഐറ്റം മൊത്തം ഉള്ളൂ. 8 വെളിച്ചെണ്ണ കൂട്ടാൻ വളരെ എളുപ്പമാണ്, പക്ഷെ നല്ല ടേസ്റ്റിയാണ്. എരിവൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റും കേട്ടോ. ഇത് ഞാൻ നേരത്തെ തിന്നോക്കിയില്ല കേട്ടോ. ഇവിടെ ആദ്യമായിട്ട് ഉണ്ടാക്കാനാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പൊ ഈ ഡിഷ് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തിയ ഒരാൾ, ഇത് എനിക്ക് എന്റെ ദീദി പരിചയപ്പെടുത്തി തന്നതാണ്. ദീദി എന്ന് പറഞ്ഞാല് എന്റെ മൂത്ത നാത്തൂനാണ്. മൂപ്പർക്ക് ക്യാമറന്റെ മുന്നിൽ വരാൻ ഭയങ്കര ചമ്മലാണ്. അപ്പൊ എനിക്ക് പറഞ്ഞു തന്നപ്പോ എന്നോട് പറഞ്ഞു നീ ഉണ്ടാക്കിക്കോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് പറഞ്ഞു തന്ന ഒരു ഡിഷാണ്. ദീദി ഇതിന് പറഞ്ഞ പേര് മലബാറി ചിക്കൻ എന്നാണ്. മലബാരി ചിക്കൻ. അപ്പോ ക്രഷ്ഡ് ചില്ലി ചിക്കൻ, മലബാരി ചിക്കൻ നമ്മൾ കട്ട് ചെയ്ത് ക്രഷ്ഡ് ചില്ലി ചിക്കൻ എന്നുള്ള പേരിൽ അറിയട്ടെ അല്ലേ? മലബാരി ചിക്കൻ എന്ന് പറഞ്ഞ പല പല ഐറ്റംസുകൾ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ആ ഒരു പേര് പറഞ്ഞത് എന്നേ ഉള്ളൂ കേട്ടോ. ആർക്കെങ്കിലും ഡിഷ് അറിയാ ക്യാമറന്റെ മുന്നിൽ നിൽക്കാൻ മടിയാണെങ്കിൽ എനിക്ക് പറഞ്ഞോളൂ, ഞാൻ ഉണ്ടാക്കിക്കോളൂ. ഇനി ക്യാമറന്റെ മുന്നിൽ നിൽക്കാൻ റെഡി ആയിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. നിങ്ങളെ ഡിഷ് ആണെങ്കിലും ഇനി അതർ വേറെ എന്തെങ്കിലും ഐറ്റം ആണെങ്കിലും ഒക്കെ ഞങ്ങളെ പരിചയപ്പെടുത്തിക്കോ. ഞങ്ങളെ രണ്ടാളെ പണക്കൊക്കെ മാറിട്ടോ. ഓക്കോള് സ്വന്തം ചെയ്യണമെന്ന് പറഞ്ഞതൊക്കെ മാറി അല്ലേ? മാറിയോ? പക്ഷെ ആ വീഡിയോയിൽ എനിക്ക് ഒരുപാട് സംസാരിക്കാനുള്ള ഒരു സമയം കിട്ടി, ഒറ്റക്കായതുകൊണ്ട്. എല്ലാ വീഡിയോയിലും ഇന്നെ കടത്തി വെട്ടി. ഈ വീഡിയോയിൽ നല്ല അഭിപ്രായമൊക്കെ കിട്ടിട്ടോ. അവളെ സ്വന്തം ചെയ്ത വീഡിയോന് നല്ല അഭിപ്രായമൊക്കെ ഉണ്ടായിരുന്നു. സ്റ്റാർട്ട് ചെയ്യാണ്. ഇത് ടേസ്റ്റ് ചെയ്യാൻ കറക്റ്റ് ടൈം ആകുമ്പോൾ ഞാൻ വീണ്ടും വരും. കാരണം ഇത് ടേസ്റ്റ് ചെയ്തിട്ടല്ലേ എനിക്ക് പരിചയമുള്ളൂ. ഉണ്ടാക്കി പരിചയമില്ലല്ലോ. അതിലേക്ക് വേണ്ടി ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടാം. അപ്പോൾ ഞാനിവിടെ 1/2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. പിന്നെ കുറച്ച് സോയാ സോസ് എടുത്തിട്ടുണ്ട്. കാശ്മീരി മുളക് പൊടിയാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണിത്. ഇതിൽ ഞാൻ കൂടുതലായിട്ട് ഗാർലിക്കാണ് കേട്ടോ എടുത്തത്. ഉപ്പ്, ഇത് പിന്നെ ക്രഷ് ചെയ്ത കാശ്മീരി എണ്ണയാണ്. കാശ്മീരി ചില്ലി ക്രഷ് ചെയ്ത് വെച്ചതാണ്. പിന്നെ കുറച്ച് കരിവേപ്പില, കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഓയിലല്ല, വെളിച്ചെണ്ണയാണ് ഇതിൻ്റെ ഫ്ലേവർ കറക്റ്റ് കിട്ടുക. ഒരു ചുട്ടരച്ച ചിക്കൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് വരണമെങ്കിൽ അതിന് വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതിലേക്ക് 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുന്നുണ്ട്. ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. 4-5 ടീസ്പൂൺ കാശ്മീരി മുളക് വേണം. നല്ല കട്ടിയിൽ മസാല ഇതിൻ്റെ മുകളിൽ ഉണ്ടാവണം. അപ്പോൾ അതിനൊരു 4-5 ടീസ്പൂൺ കാശ്മീരി മുളക് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ 1.5 ടീസ്പൂൺ സോയാ സോസാണ് കേട്ടോ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. നമ്മളിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിൽ ചിക്കനിൽ നിന്നുള്ള കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവും. ആവശ്യമാണെങ്കിൽ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഇത് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. രാത്രി ആക്കി വെച്ചാൽ അത്രയും നല്ലത്. എനിക്കിപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ 2 മണിക്കൂറേ റെസ്റ്റ് ചെയ്യുന്നുള്ളൂ. അത്രയെങ്കിലും മിനിമം റെസ്റ്റ് ചെയ്യണം. നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യാം. നമ്മൾ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കന് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിൽ ഓയിലൊന്നും വേണ്ട കേട്ടോ. ഈ മസാലയോടുകൂടി തന്നെ ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. സമയത്ത് ഇത് മീഡിയം ഫ്ലെയിമിൽ മതി.
നമ്മളിതിൽ ഓയിലും വെള്ളമൊന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് ഇതൊരു മീഡിയം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വേവിക്കാൻ. മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ, ചിക്കനൊക്കെ അത്യാവശ്യം വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് വേവാനുള്ള വെള്ളം ഇതിലുണ്ടാവും. കുറച്ചുകൂടി ഒന്ന് വേവാനുണ്ട് കേട്ടോ. ഇതൊരു ഒരു 3/4 വേവൊക്കെ ആയുള്ളൂ. നമുക്ക് കുറച്ച് നേരം കൂടി ഇത് മീഡിയം ഫ്ലെയിമിലാണ് ഇടുന്നത്. അപ്പോൾ ഒന്നുകൂടി ഒന്ന് മൂടി വെച്ച് വേവിക്കാം. ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഈ ഒരു പരുവ മസാല ഉണ്ടാവും കേട്ടോ. ഏകദേശം ഇത് വെന്തിട്ടുണ്ട്, നന്നായി കുക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ ക്രഷ്ഡ് ചില്ലി ഉണ്ടല്ലോ, അതൊന്ന് മൂപ്പിച്ചെടുക്കണം വെളിച്ചെണ്ണയിലിട്ടിട്ട്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ചെറിയൊരു ചീനച്ചട്ടി അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മളൊരു 50 മില്ലി വെളിച്ചെണ്ണ ഒക്കെ വേണ്ടി വരും. കുറച്ചധികം വെളിച്ചെണ്ണ ഉണ്ടാകുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിന് ശേഷം ഈ ക്രഷ്ഡ് ചില്ലി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത ചില്ലി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനൊരു 5 കാശ്മീരി മുളകാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ജസ്റ്റ് മിക്സിയിൽ വെച്ചിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അത് നന്നായി ഒന്നിങ്ങനെ മുരിഞ്ഞ് വരുന്ന സമയത്ത് കുറച്ച് കരിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ചിക്കനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. വെളിച്ചെണ്ണയുടെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ചിക്കനിലേക്കൊക്കെ ഒന്ന് ഇതിന് നന്നായിട്ട് മിക്സ് ആവണം. ഈ വെളിച്ചെണ്ണേൻ്റെയും ക്രഷ്ഡ് ചില്ലീൻ്റെയും ഒക്കെ ഫ്ലേവർ നന്നായിട്ടൊന്ന് പിടിക്കണം. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് അത്രയേ ഉള്ളൂ, സിമ്പിളാണ്, പക്ഷെ കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. വലിയ പണിയൊന്നുമില്ല കേട്ടോ. ചപ്പാത്തിക്കോ പൊറോട്ടയ്ക്കോ എന്തിനു വേണമെങ്കിലും മാച്ച് ആകുന്നൊരു സാധനമാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് ഇത് മൂടി വെച്ചാൽ ഇതിലേക്ക് നന്നായിട്ട് അതിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് ഇറങ്ങും. വാഴൻ്റെലൊക്കെയാണല്ലോ, വാഴൻ്റെലൊക്കെ വന്നിരിക്കുന്നത്. ആ ഫ്രഷ് വാഴൻ്റെലൊക്കെ വെട്ടിയിട്ട് നല്ല ഉഷാറാക്കി കൊണ്ടുവച്ചിട്ടുണ്ട്. വേഗം വെളുപ്പിക്കൂട്ടെ, അത് തിന്നണ്ടേ. ആർക്ക് ചില്ലിയൊക്കെ ഇങ്ങനെ കടന്ന് ഒഴുകുകയാണ്. അടിപൊളി കഴിക്കണം കേട്ടോ. സംഭവം വിചാരിച്ച പോലെ ഒന്നുമല്ല. ദീദി പറഞ്ഞ സാധനം ഉഷാറാണ്. ഇത് അതുപോലൊക്കെ അയക്കുന്ന രീതി എന്നുള്ളത് ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. ദീദി നല്ലൊരു കുക്കാണ്. എന്നെ പോലല്ല. അപ്പോൾ വാഴൻ്റെലിൻ്റെ ഒരു ടേസ്റ്റ് കൂടി കിട്ടും. പക്ഷെ അത് വാട്ടിയാൽ വാട്ടിയാൽ മതി അതിനൂടെ. അപ്പോൾ അല്ല അതിൻ്റെ ടേസ്റ്റ് കറക്റ്റ് അതിലേക്ക് വരുള്ളൂ. അങ്ങനെ ഞാൻ ടേസ്റ്റ് ചെയ്യാൻ റെഡിയായി വന്ന് ഇതാ വാഴൻ്റെലൊക്കെ വെട്ടിക്കൊണ്ടുവന്ന് അതിലേക്ക് സാധനങ്ങളൊക്കെ ആക്കി നമ്മളെ ചിക്കനൊക്കെ അതിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ടേസ്റ്റ് ചെയ്യാൻ ഞാൻ റെഡിയായി ഇങ്ങനെ നിൽക്കുകയാണ്. ഉള്ള വാഴൻ്റെലയിലും ഒക്കെ വിളമ്പി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഈ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ ഉണ്ടെന്നൊന്ന് നോക്കാം നമുക്ക്. ആ മസാലയൊക്കെ കൂട്ടിയിട്ട് സത്യം പൊളിച്ച് സാധനം. ആ എരിവൊക്കെ കൊണ്ട് വന്നിട്ടുണ്ടല്ലോ. സത്യം ഒരു മൊരിഞ്ഞ പൊറാട്ട ഉണ്ടെങ്കിൽ സംഗതി കിടിക്കാനും. അങ്ങനെയുണ്ട്. മസാലയും കൂടി മിക്സ് ചെയ്ത് കഴിക്കുമ്പോഴാണ് ടേസ്റ്റ്. ഈ മസാല ഉണ്ടല്ലോ, ഈ ക്രഷ്ഡ് ചില്ലിൻ്റെ മസാല ഇങ്ങനെ ടച്ച് ചെയ്തിട്ട് സംഗതി കിഡ് സാധനം. നമുക്ക് നമ്മളെ ക്യാമറ എടുക്കുന്ന മുനീറിനെ ഒന്ന് കൊടുത്തു നോക്കാം. വേർക്കാൻ പറ്റില്ല തോന്നുന്നുണ്ട്, ആസ്വദിക്കാൻ തോന്നുന്നുണ്ട്. വല്ലാത്ത ടേസ്റ്റാണ്, ഭയങ്കരം. ഒരു പൊറാട്ട കിട്ടിയാൽ അങ്ങനെ ഉണ്ടാവും, സംഗതി പൊളിക്കൂലേ? ഇത് ഫുള്ള് തീർക്കും. പൊറാട്ട കിട്ടിയാൽ അടിപൊളിയാണ്.
ഞാനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് അല്ലേ? എന്ത് ടേസ്റ്റ് ഒറ്റ വാക്കിൽ പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ടേസ്റ്റാണ്. കഴിക്കുമ്പോൾ ഫസ്റ്റ് ഒരു തോന്നെങ്കിലും പിന്നെയും കഴിക്കാൻ ഇങ്ങനെ ലയിച്ചായിട്ട് പോകും. ഒരു ടേസ്റ്റാണ്. ഞാൻ വിട്ടായി തന്നെ. അപ്പൊ ഞങ്ങള് എന്താന്ന് പറഞ്ഞാല് ആദ്യം പറഞ്ഞ കാര്യങ്ങൾ മറക്കണ്ട. അടുത്ത എപ്പിസോഡിൽ നമ്മള് വിജയെ പ്രഖ്യാപിക്കുന്നതാണ്. എല്ലാരും കമന്റ് ചെയ്യാ, മാക്സിമം കമന്റ് ചെയ്യാ. ഏറ്റവും നല്ല മലയാള തനിമയുള്ള പേരെന്തായാലും തെരഞ്ഞെടുക്കും. ആ തെരഞ്ഞെടുക്കുന്ന വ്യക്തിക്കാണ് നമ്മൾ നമ്മളല്ലേ ബി ഗിഫ്റ്റ്സ് നൽകുന്ന 1000 രൂപയുടെ ഗിഫ്റ്റ്. അപ്പോൾ ഞങ്ങള് ടാറ്റാ ബൈ ബൈ പറയാണ്. ഓക്കെ, 3 വീഡിയോക്ക് ശേഷമാണ് ഇപ്പോൾ ഒരുമിച്ച് വൈൻഡപ്പ് ചെയ്യുന്നത്. ഓക്കെ, സൈനിങ് ഓഫ്. തടിയനും തടിച്ചിക്കുമ്പോൾ നീ എല്ലിക്കാം. നമ്മൾ ഇത് കുറച്ച് അപ്പോൾ നമുക്ക് ഈ പാവളാക്ക് അധികം കയ്യേക്ക് വന്നിട്ട് പറഞ്ഞാൽ പോരെ.